ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നത്തെ ഒരു ഫുൾ റുട്ടീനാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബൂരിയായിരുന്നു കേട്ടോ. ബൂരും വിത്ത് എഗ് റോസ്റ്റും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇശുവിനൊന്ന് സ്കൂളിൽ പോകുമ്പോഴും ബൂരി തന്നെയാണ് കേട്ടോ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് രാവിലത്തെ ഡ്യൂട്ടിയിൽ ആ ഒരു തിരക്കിൽ ചോറ് വെക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബൂരും അതേപോലെ തന്നെ എഗ് റോസ്റ്റാണ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ എടുത്തിട്ടില്ല, കാരണം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് സാമ്പാർ കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കൂടുതലൊന്നും എനിക്ക് ആവശ്യമില്ല, കാരണം 2-3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കിയാൽ തന്നെ 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കലാണ്. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഇന്നൊക്കെ ആവശ്യമുള്ളത് മാത്രമേ എടുക്കലുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ അതൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യലാണ്. അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ, കാരണം അന്നേക്കുള്ള കറി വെക്കാനുള്ളത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി ഒരിക്കൽ സാമ്പാർ വെക്കാനുള്ളതും അവിയൽ വെക്കാനുള്ള കഷ്ണങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഇന്നേക്കുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാണേ. ഇത്രയും കഷ്ണങ്ങൾ കൊണ്ട് കറി വെച്ചാൽ തന്നെ 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാവും. പിന്നെ 2-3 ദിവസത്തിനുള്ളൊന്നും വെക്കുക ഉണ്ടാവില്ല, കാരണം 2 ദിവസത്തിനുള്ള വെക്കും. കാരണം സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ പിന്നെ സാമ്പാറും കൂടിയിട്ട് കറിയിട്ട് പറ്റുമല്ലോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ സാമ്പാർ വെക്കൽ. അങ്ങനെ തന്നെ ഇതാ സാമ്പാറിനുള്ള പരിപ്പ് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഈ പരിപ്പിലേക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയോ ഉപ്പും കൂടിയിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പൊടി ഐറ്റംസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് എന്താ പറയുക, മുളക് പൊടി അതിനനുസരിച്ചിട്ടുള്ള 1-2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കലാണ്. പൊടി ഐറ്റംസായിട്ട് ഞാൻ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി കുക്കറൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കലാണ്. ഒരു വിസിൽ വരുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ഐറ്റംസ് അല്ല, നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഉടഞ്ഞ് കിടക്കും. അപ്പോൾ ഒരു വിസിലിൻ്റെ ആവശ്യം വരണുള്ളൂ കേട്ടോ. ഞാനുണ്ടാക്കുന്ന സാമ്പാർ ഇങ്ങനെയാണ്, പലവരും പല തരത്തിലായിരിക്കും. അങ്ങനെ അതൊന്ന് വേവിച്ചെടുക്കലാണ്. പിന്നെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് മത്തിയായിരുന്നു കേട്ടോ. അടിപൊളി മത്തിയായിരുന്നു, ഭയങ്കര വലുതായിരുന്നു. ഐലൻ്റെ വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നന്നാക്കി എടുക്കലാണ്. വലിയ മത്തി കുറേ കാലത്തിന് ശേഷം കിട്ടലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ നല്ല ടേസ്റ്റ് അല്ല, പൊരിച്ചാലും കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നാക്കി എടുക്കലാണ്. അങ്ങനെ അത് മത്തി നന്നാക്കലാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കത്രിക ഒന്ന് മുറിഞ്ഞു പോയി. എനിക്ക് കത്രിക ഇല്ലാണ്ട് തീരെ മീൻ മുറിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊരിക്കാനല്ല വേണ്ടിയുള്ളൂ, 3 പേരല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കായം പറട്ടലാണ്. കായം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേത് ഉമ്മ കൊടുത്തയക്കാറുണ്ട്, പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ചെറുനാരങ്ങ നീര്, പിന്നെ വെളുത്തുള്ളിൻ്റെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ കൂടിയിട്ടൊന്ന് കായം പറട്ടി വെക്കലാണ്. ഇന്നേക്കുള്ള ആവശ്യത്തിനുള്ളത് മാത്രം കേട്ടോ, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന്
കടുകൊക്കെ പൊട്ടിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണമല്ലോ. അതിന് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കുറച്ച് കടുകൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കലാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുളകും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് സാമ്പാർ പൊടിയാണ് കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കാറ്. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് എന്താ പറയുക, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കൂടിയിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ കടുക് പൊട്ടിച്ചതും വറവുള്ളതൊക്കെ കൂടിയിട്ട് ഈ സാമ്പാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതാ സാമ്പാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നേ. ഇത് ശരിക്കും ഞാൻ വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, പക്ഷെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ സാമ്പാർ റെഡി ആയി വന്നിട്ടുണ്ട്. അങ്ങനെ അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ അടുത്തതായിട്ട് ഞാൻ മീൻ കായൊക്കെ വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അരമണിക്കൂറോളം. അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊന്ന് പൊരിച്ചെടുക്കലാണ്. അങ്ങനെ എന്താ മീൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നല്ല നെയ്യുള്ള നല്ല മത്തിയായിരുന്നു. വലിയ വലിപ്പമുണ്ടല്ലോ. അപ്പോൾ അപ്പം തന്നെ കഴിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതാ സാമ്പാർ വെച്ച് ഫിഷ് ഫ്രൈ ആക്കി, അത്രയൊക്കെ തന്നെ. പിന്നെ ചോറിന് ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റൈസ് കുക്കറിലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം പാത്രങ്ങൾ ഉണ്ടാവില്ല കഴുകാൻ. പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് കൂടുതലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി വെക്കലാണ്. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകി കഴിഞ്ഞ് അതൊക്കെ അതാത് സ്ഥലത്തൊക്കെ വെക്കലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ പോയത് അകത്തേക്കാണ് കേട്ടോ. അകത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അടിച്ച് വരാനും പിന്നെ ഇഷ് സ്കൂളിൽ പോയപ്പോൾ ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് ബുക്സൊക്കെ ബാക്കി അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കി വെച്ചിട്ട് വീടൊക്കെ മൊത്തത്തിൽ അടിച്ച് വരലാണ്. പിന്നെ തുടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും തുടക്കമൊന്നുമില്ല. പിന്നെ കാർപ്പറ്റാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഫ്രണ്ടേജൊക്കെ അടിച്ച് വാരി കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലത്തെ ഡ്രസ്സ് കൊടുന്നത് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിലൊക്കെ പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ജസ്റ്റ് കുടഞ്ഞ് അതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മോൻ്റെ റൂമൊന്ന് പോയിട്ടൊന്ന് അതും കൂടിയിട്ട്, മൂത്താളുടെ റൂമുണ്ട് കേട്ടോ, അവൻ്റെ റൂമൊന്ന് പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കലുണ്ടായിരുന്നു. കാരണം അവനക്ക് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. കാരണം അവനക്ക് സ്റ്റഡി ലീവാണ്. അപ്പോൾ അതുകൊണ്ട് അവന് ക്ലാസ്സിന് പോയിട്ടൊന്നുമില്ല. ചെറിയ ആൾ എന്ന് വെച്ചാൽ ആറ്റിഷ മാത്രമാണ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതാ മൊത്തത്തിൽ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്യലാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ പെട്ടെന്ന് പണി തീർക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു. താത്താനായിട്ട് ഡോക്ടറെ അടുത്ത് പോകാണ്ടായിരുന്നു. അപ്പോൾ അവൾ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ വരണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓക്കെ ഞാൻ വരാമെന്നൊക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം കിച്ചണിൽ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട് അവിടെ തുടച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു. കിച്ചൺ പിന്നെ എന്നും തുടക്കണമല്ലോ. അപ്പോൾ അതൊക്കെ തുടച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പപ്പടം പൊരിക്കേണ്ട ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ അത് പപ്പടം പൊരിക്കാൻ വേണ്ടി നിന്ന്. പിന്നെ മോനുള്ളതല്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സാമ്പാർ, മത്തി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലത്തെ കറിയായിരുന്നു കേട്ടോ. ഇന്നലെ മിളകിട്ടതായിരുന്നു. അപ്പോൾ അവനക്ക് വേണ്ടി എന്താ വെച്ചാൽ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ എൻ്റെ കിച്ചണൊക്കെ ഏകദേശം ക്ലീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്
റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് ഫ്രഷ് ആവാൻ പോയിട്ടാണ്, കാരണം താത്താനിട്ട് പോകണമല്ലോ. ഞാൻ ഒരു മണി 1:30 ആകുമ്പോഴേക്കും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വേഗം റെഡിയാകാൻ പോയിട്ടുണ്ടായിരുന്നു. മോനോട് ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരം വൈകിട്ട് ഫുഡ് കഴിച്ചത് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലഞ്ച് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാണ്ടാണ് പിന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതൊക്കെ. അങ്ങനെ ശരിക്കും താത്ത രാവിലെ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ. പിന്നെ താത്തയുടെ മോനുണ്ട് ഷാനു, അവൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു മണ്ണുത്തിയിലൊക്കെ പോകുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല കേട്ടോ, അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇക്കടെ പെങ്ങളൊക്കെ എപ്പോഴും പറയും അവിടെ പോകാറുണ്ടെന്നൊക്കെ. അപ്പോൾ ഇക്ക് പോകാനൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കൂടി വന്നതാണ്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, കാരണം ഇങ്ങനെ വെള്ളം കലക്കണ അങ്ങനെ കുറേ പല പല ഫ്ലേവറിലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കി അങ്ങനെ നേരെ ഇറങ്ങിയത് നമ്മളുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിലാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ എന്തൊക്കെയാണ് മേടിക്കണമെന്നൊന്നും നമുക്കൊരു ഐഡിയ കിട്ടില്ല, കാരണം ഒരുപാട് ചെടികളുണ്ട് അവിടെ. പല പല പേരുകളാണ് കേട്ടോ. ഇതൊക്കെ മാവിൻ്റെ തൈകളാണ്. നമ്മൾ ഒരു 3 വർഷം കൂടുമ്പോഴേക്കും നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള, ചിലത് ചെറുതായിരിക്കും ചിലത് വലുതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനാണ് ഓരോ പേരൊക്കെ ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലവർ ഓരോ മാവിൻ്റെതൊക്കെ വലുതായിട്ടുള്ളത് അവിടെ ഉണ്ട്. അതിൻ്റെ വലുതായിട്ടുള്ളതൊക്കെ നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ടാ. 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇക്കാടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചക്കയും മാങ്ങയൊക്കെ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ചെറിയ തൈകളുണ്ട് വലുതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളും വ്യത്യാസമുണ്ട് കേട്ടോ. വലുത് കുറച്ച് എന്താ പറയുക, മാങ്ങ ഒക്കെ ഉണ്ടായത് 500 രൂപ 600 രൂപയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ചെറുതിനൊക്കെ എത്ര 75 150 അങ്ങനെയൊക്കെ പല പല ഐറ്റംസിന് കേട്ടോ. അങ്ങനെയാണ് റേറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഇതാ താത്ത എടുത്തിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ തൈയും അതേപോലെ തന്നെ പ്ലാവ് അതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ റംബുട്ടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതവിടെ ഇല്ല, സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ സപ്പോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറേ ആൾക്കാരുണ്ട് വാങ്ങിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ വെജിറ്റബിൾസ് ഇതൊക്കെ എന്താ പറയുക, മിളകിൻ്റെ തൈയൊക്കെ ഇല്ലേ അതൊക്കെയാണ് കേട്ടോ. പിന്നെ സ്പൈസസ് ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ ഉള്ള ഓരോന്നിൻ്റെയൊക്കെ ജാതിക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതാ പ്രാഷൻ ഫ്രൂട്ട് ഇട്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഉണ്ടായിട്ട് പൊട്ടിക്കാനിങ്ങനെ തോന്നുക. പിന്നെ അതൊന്നും അവിടെ അലൗഡ് അല്ലല്ലോ. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ പടർന്ന് നിൽക്കുന്നു കേട്ടോ. പിന്നെ ഇതാ അടിപൊളി, ഇത് കണ്ടവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്, കാരണം ഇതിൻ്റെ മെയിൻ ഐറ്റംസാണ്. കാരണം എൻ്റെ മക്കൾ 2 പേരും എക്സ്പെഷ്യലി മൂത്താൾക്ക് കോളിഫ്ലവർ ഫ്രൈ ആക്കിയിട്ട് തന്നെയാണ് സ്കൂൾക്കൊക്കെ കൊടുത്ത് വിട്ടിരുന്നത്. നല്ല ഭംഗിയില്ല കാണാൻ, ഫ്രഷോട് കൂടിയിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മളവിടെയൊക്കെ ഉണ്ടാവുകയാണ് അവൻ വാങ്ങിച്ചാൽ പോലും. ഇവിടെ നല്ല ഭംഗിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു സാധനമാണ്. അങ്ങനെ പിന്നെ തന്നെ ഞാൻ പറയില്ലേ, വലുതായിട്ട് മാങ്ങൊക്കെ അവർ കാണിച്ചു തന്നെന്ന് ഇങ്ങനെയാണ് ഇട്ടുണ്ടാവുക. നല്ല രസമുണ്ട് കാണാൻ, നല്ല മധുരം ഉണ്ടാവും അത്ര. പിന്നെ പച്ചയിലൊക്കെയാണെങ്കിൽ നല്ല പുളിയുള്ളതുണ്ട്, പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ട്. പിന്നെ അതാ ചെടികൾ, നമ്മളെ പൂവുകളൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള വേറെ സെക്ഷനായിരുന്നു തോന്നുന്നു കേട്ടോ. അതൊന്നും അവിടെ കണ്ടില്ല. അങ്ങനെ പിന്നെ അതാ നേരെ പോയത് താത്തക്ക് കോഴികൾ, താത്താക്ക് എൻ്റെ ഉമ്മാക്കൊക്കെ കോഴി എന്ന് പറഞ്ഞൊരു ലോകമാണ്. അപ്പോൾ അതൊന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ്. പക്ഷേ വാങ്ങിച്ചില്ല കേട്ടോ, കാരണം ഇതിനൊരു വാക്സിനൊക്കെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു കോഴ്സ് കഴിയല്ലാണ്ട് അവർക്കത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പം അതുകൊണ്ട് ഇനി എത്രയോ 2-3 കൂടി അവർക്ക് ഡോസ് കൊടുക്കാണ്ട്, അത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് സെയിൽ ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ചത്തുപോകുമെന്ന് പറഞ്ഞ്. അപ്പം അതുകൊണ്ട് അതൊക്കെ കോഴിക്കളൊന്നും മേടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇതാ ഞങ്ങൾ അച്ചാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചാറും പിന്നെ ചെടിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത്, കാരണം രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകാൻ കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് 5 മണിക്കായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യം മണ്ണുത്തി പോവാമെന്ന് വിചാരിച്ച്, പിന്നെ ഡോക്ടർ ആ സമയത്തിൽ ഈവനിങ് ടൈമിലല്ലേ ഉള്ളൂ. അങ്ങനെ
അപ്പം അതുകൊണ്ടാണ് ആദ്യം തന്നെ മണ്ണുത്തി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കുറേ ദൂരമുണ്ട് മണ്ണുത്തിലേക്ക് പോകാൻ. അങ്ങനെ തന്നെ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിക്കൊക്കെ ആയിരുന്നു അപ്പോയിൻമെൻറ്റ് ഡോക്ടർ ഉണ്ടായിരുന്നത്. ഒരു 1 വീക്സ് കഴിഞ്ഞാൽ താത്താനെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാണിക്കാൻ വന്നതും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ച് കഴിക്കണ മെഡിസിൻ തന്നെ കഴിക്കാൻ വേണ്ടി പറഞ്ഞ്, പിന്നെ 1 വീക്കും കൂടി ആൾക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിട്ടാണ്. പോകും വഴിക്ക് ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, താത്ത വരെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിശക്കാത്ത കാരണം ഞാൻ കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പോകും വഴിക്ക് എന്താ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വല്ല തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പല പല ഓപ്ഷൻസ് വരുമല്ലോ. അങ്ങനെ പിന്നെ നേരെ വന്നത് എന്താണ് മന്തി ഹൗസിലാണ് കേട്ടോ. മന്തി കഴിക്കാനൊന്നുമല്ല, മന്തി കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കാണാൻ നമ്മളിപ്പോൾ സാധാരണ പോകുമ്പോൾ കാണാൻ ഭംഗിയുള്ള റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ നോക്കി കയറുമല്ലോ, അങ്ങനെ ജസ്റ്റ് കയറിയതാണ്. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ മന്തി സ്പെഷ്യൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കാണ്ട് വരാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അവിടെ എന്തോ ഷവായും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള മെനു കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷവായിയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ വേറെ എന്തോ പൊറാട്ട ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല കേട്ടോ, വേറെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതും കൂടിയിട്ട് ഓർഡർ ചെയ്ത്, അതേപോലെ തന്നെ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. സാധാരണ ഷവായിയൊക്കെ കഴിക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ തീരെ വേവാത്ത പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫുള്ള് അടിപൊളിയായിട്ട് വെന്തിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ്. ഞാനും താത്തയും അതേപോലെ തന്നെ ഷാനുവിൻ്റെ വൈഫുണ്ടല്ലോ, അവൻ്റെ സബി, അവളും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് 4 പേരും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും ടൈം ഒരു 6 മണി 6:30 തൊട്ട് മുന്നേ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം കഴിക്കൽ. ചിലയിടത്തൊക്കെ ഉണ്ടാവും മിക്സഡായിട്ട്, വെറും ജീരകം മാത്രമാണ് എനിക്കിഷ്ടമില്ല. അതിൻ്റെ കൂടെ തന്നെ ആ മധുരത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. വാലൻറ്റൈൻസ് തന്നെ സ്പെഷ്യൽ കേക്ക് അതിനൊക്കെ. പിന്നെ ഇതുണ്ടല്ലോ ഡയറി മിൽക്ക്, പല പല ഇതിലും 14 ടേസ്റ്റ് ഉണ്ടല്ലോ. 7th ഫെബ്രുവരി മുതൽ റോസ് ഡേ മുതൽ പ്രപ്പോസ് ഡേ. അങ്ങനെ തന്നെ ഞങ്ങൾ വണ്ടിയിൽ പോയോണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. പോയോണ്ടിരിക്കുമ്പോൾ തന്നെ സബി ഇങ്ങനെ റീൽസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഈ വാലൻറ്റൈൻസ് ഡേ ഞങ്ങൾ വ്യാഴാഴ്ചയാണ് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്, വെള്ളിയാഴ്ചയാണല്ലോ വാലൻറ്റൈൻസ് ഡേ വരുന്നത്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് എന്ത് രസമല്ലേ കണ്ടിരിക്കാമല്ലേ എന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഷാനിൻ്റെ അടുത്ത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അവൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നാളെ ആവട്ടെ സർപ്രൈസൊക്കെ സെറ്റ് ചെയ്യാമെന്നൊക്കെ. അതിൻ്റെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ ഏകദേശം വീട്ടിലെത്താനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഫുൾ റുട്ടീനും കാര്യങ്ങളൊക്കെ. മുഴുവനായിട്ട് വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ താത്താടെ വീട്ടിലൊക്കെ എത്തി. അപ്പോഴേക്കും ഒരു ഗ്ലാസ് ജ്യൂസ് എല്ലാം കഴിച്ച് പിന്നെ ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് ആ മക്കൾ വീട്ടിലുണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.